നമസ്കാരം. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പിലെ മുഴുവൻ രേഖകളും നൽകണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് തള്ളി PSC. എഴുത്തു പരീക്ഷയുടെയും അഭിമുഖത്തിന്റെയും മാർക്കുകൾ വെളിപ്പെടുത്താനാകില്ല എന്ന ഉദ്യോഗാർത്ഥികൾക്ക് മറുപടി. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ PSC അപ്പീൽ നൽകും. ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്തെത്തി നിർണായക രേഖകൾ പരിശോധിച്ചു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരും. പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കാനാകുമെന്ന് പറയാൻ കഴിയില്ല എന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഉപഭോഗം കുത്തനെ കൂടിയതും കേന്ദ്രവിഹിതം കുറഞ്ഞതും പ്രതിസന്ധി. ഹ്രസ്വകാല കരാറിൽ കൂടിയ വിലയിൽ വൈദ്യുതി വാങ്ങാൻ ശ്രമം. നിയന്ത്രണങ്ങളിൽ ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി. UDF വന്നതോടെ സംസ്ഥാനത്ത് പവർ കട്ട് എന്ന് ബിനോയ് വിശ്വം. കൂടംകുളത്ത് ആണവ സുരക്ഷയെ ബാധിക്കുന്ന ഡാറ്റാ ചോർച്ച ഉണ്ടായിട്ടില്ല എന്നും വിവരങ്ങൾ ചോർന്നിട്ടില്ലെന്നും ആണവോർജ കോർപ്പറേഷൻ. സുരക്ഷാ സംവിധാനങ്ങളുടെ വിവരങ്ങൾ ചോർന്നിട്ടില്ല എന്ന NPCIL. ഡേറ്റ ചോർന്നത് അനുബന്ധ സൗകര്യങ്ങളുടെ കരാറുള്ള റിലയൻസിൽ നിന്ന് മാത്രമെന്നും വിശദീകരണം. മ്യാൻമാർ തീരത്ത് വൻ ദുരന്തം. ബോട്ടുകൾ മുങ്ങി 500-ലേറെ മരണമെന്ന് റിപ്പോർട്ട്. മുങ്ങിയത് റോഹിൻഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച ബോട്ടുകൾ. അപകടം നടന്നത് ജൂൺ അവസാനം. എത്ര പേർ മരിച്ചു എന്നതിൽ വ്യക്തതയില്ലെന്നും മരണസംഖ്യ ഉയർന്നേക്കാമെന്നും ഐക്യരാഷ്ട്ര സംഘടന. അനധികൃത നുഴഞ്ഞുകയറ്റവും തീവ്രവാദ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് 13 ED പരിശോധന. ചില ട്രസ്റ്റുകളും സ്ഥാപനങ്ങളും വിദേശ ഫണ്ട് ദുരുപയോഗം ചെയ്തതായി അധികൃതർ. റോഹിൻഗ്യ ബംഗ്ലാദേശി പൗരന്മാരെ അനധികൃതമായി ഇന്ത്യയിൽ എത്തിച്ചെന്നും കണ്ടെത്തി. ലോകകപ്പ് ഫൈനലിൽ അർജന്റീന സ്പെയിൻ കിരീട പോരാട്ടം ഞായറാഴ്ച രാത്രി 12:30. സെമിയിലെ ആവേശ പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 2-1. വിജയാഘോഷത്തിൽ അർജന്റീനയുടെ താരങ്ങൾ രാഷ്ട്രീയ ബാനർ ഉയർത്തിയത് വിവാദത്തിൽ. നടപടി വേണമെന്നാവശ്യം. അറ്റ്ലാന്റയിൽ അർജന്റീനയുടെ വിജയം ആഘോഷിച്ച നടൻ മോഹൻലാൽ. നിയമന ക്രമക്കേടിൽ ക്രൈംബ്രാഞ്ച് സംഘം PSC ആസ്ഥാനത്തെത്തി രേഖകൾ പരിശോധിക്കുന്നു. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചതു മുതൽ അഡ്വൈസ് മെമ്മോ നൽകിയത് വരെയുള്ള എല്ലാ രേഖകളും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുകയാണ്. അതിനിടെ ആസൂത്രണ ബോർഡ് നിയമനത്തിന്റെ രേഖകൾ ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവും തള്ളിയിരിക്കുകയാണ് PSC. പരീക്ഷാ രേഖകൾ നൽകാനാകില്ല എന്ന് ഉദ്യോഗാർത്ഥികളെ അറിയിച്ചു. ആസൂത്രണ ബോർഡ് നിയമനം ഉൾപ്പെടെ ആരോപണമുയർന്ന എല്ലാ പരീക്ഷകളിലും ക്രമക്കേടുകൾ വിശദമായി അന്വേഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു ക്രൈംബ്രാഞ്ച് സംഘം. ഇതിന്റെ ഭാഗമായി PSC ആസ്ഥാനത്ത് അന്വേഷണ സംഘം എത്തി രേഖകൾ പരിശോധിച്ചു. നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കുന്നത്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചതു മുതൽ അഡ്വൈസ് മെമ്മോ നൽകിയതുവരെയുള്ള എല്ലാ രേഖകളും പരിശോധിക്കുന്നു. ഇതിനിടെ ആസൂത്രണ ബോർഡ് നിയമനത്തിലെ മുഴുവൻ രേഖകളും അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികൾക്ക് നൽകണമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് PSC തള്ളി. ഉദ്യോഗാർത്ഥികളുടെ ഉത്തരക്കടലാസും അഭിമുഖത്തിൽ ലഭിച്ച മാർക്കും ഉടൻ പുറത്തുവിടണമെന്നാണ് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ പരീക്ഷാ രേഖകൾ നൽകാനാകില്ല എന്ന് അപേക്ഷ നൽകിയ ഉദ്യോഗാർത്ഥികളെ PSC അറിയിച്ചിരിക്കുന്നു. വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനുള്ള ഒരുക്കത്തിലാണ് PSC. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്നും വൈദ്യുതി പ്രതിസന്ധി എപ്പോൾ പരിഹരിക്കാൻ സാധിക്കുമെന്ന് പറയാറായിട്ടില്ലെന്നും മന്ത്രി സണ്ണി ജോസഫ്. കാലാവസ്ഥാ വ്യതിയാനമാണ് പ്രധാന കാരണം. ഹ്രസ്വകാല കരാറിലൂടെ കൂടുതൽ വിലയിൽ വൈദ്യുതി വാങ്ങാൻ ശ്രമിക്കും. ഇതിനായി കമ്മീഷനോട് അനുമതി തേടിയിട്ടുണ്ട്. വൈദ്യുതി നിയന്ത്രണത്തിൽ ജനങ്ങൾ സഹകരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. നമ്മളുടെ കാലാവസ്ഥയിൽ വന്ന വലിയ വ്യതിയാനമാണ് അതിൻ്റെ കാരണം. എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം നമുക്ക് ആവശ്യമായിരുന്നത് 3500 മുതൽ 3600 വരെ മെഗാവാട്ട് വൈദ്യുതി ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് 1000-ലധികം മെഗാവാട്ട്, 4600 മുതൽ 4800 വരെ മെഗാവാട്ടായിട്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വർധന വന്നിട്ടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസ്, പുതിയ എയർ കണ്ടീഷനുകൾ, പുതിയ സ്ഥാപനങ്ങൾ, പുതിയ വീടുകൾ, അതുപോലെ പുതിയ ഉപകരണങ്ങളെല്ലാം വന്നതുകൊണ്ട് വൈദ്യുതിയുടെ ഉപയോഗത്തിൽ ഗണ്യമായ 1000 മെഗാവാട്ടിൻ്റെ വർധനവ് വന്നു. എന്നാൽ ഉൽപ്പാദനം കഴിഞ്ഞ വർഷം 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം 17-18 ദശലക്ഷം യൂണിറ്റ് ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം വെള്ളത്തിൻ്റെ ലഭ്യത വല്ലാതെ കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ ജലസംഭരണികളിലെ ജലനിരപ്പ് 60% ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അത് പകുതിയിൽ താഴെ 28% കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. അത് പരിഹരിക്കാൻ വേണ്ടി
നമ്മൾ കഴിഞ്ഞ UDF ഗവൺമെൻറ് ദീർഘകാല പദ്ധതിക്ക് രൂപം നൽകി ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയ കരാറുണ്ടായിരുന്നു. ആ കരാറ് പിന്നീട് റദ്ദാക്കപ്പെട്ടു. അത് പുനഃസ്ഥാപിക്കാനുള്ള നിയമപരമായ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. LDF ഭരിച്ച 10 കൊല്ലം പവർ കട്ട് ഉണ്ടായിരുന്നില്ല എന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. UDF എന്നാൽ പവർ കട്ട് എന്നാണ്. LDF രാഷ്ട്രീയം വെളിച്ചമെന്നാണെങ്കിൽ UDF എന്നാൽ ഇരുട്ടെന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളെല്ലാം ഓർക്കുന്നുണ്ട് 10 കൊല്ലത്തെ കാര്യം. LDF ഭരിച്ച 10 കൊല്ലം കേരളത്തിൽ പവർ കട്ട് എന്നൊന്ന് ഉണ്ടാകിട്ടേയില്ല. LDF പോയി UDF വന്നു, പവർ കട്ടും വന്നു എന്ന് പറഞ്ഞാൽ UDF എന്നാൽ പവർ കട്ട് എന്നാണ്. UDF എന്നാൽ വെളിച്ചത്തെ അകറ്റുന്നുവെന്നാണ്. UDF എന്നാൽ ഇരുട്ടിനെ വരവേൽക്കുന്നുവെന്നാണ്. അതാണ് രാഷ്ട്രീയം. LDF രാഷ്ട്രീയം വെളിച്ചമാണെങ്കിൽ UDF രാഷ്ട്രീയം ഇരുട്ടാണ്. LDF രാഷ്ട്രീയം പവർക്കട്ടിനോട് യാത്ര പറഞ്ഞുവെങ്കിൽ UDF രാഷ്ട്രീയം പവർക്കട്ടിനെ വരവേൽക്കുന്നുണ്ട്. ആ സത്യവും നാം തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ജനങ്ങൾക്ക് അവകാശമാണ് വൈദ്യുതി. അത് ഉറപ്പാക്കാൻ വേണ്ടി ഗവൺമെന്റ് എന്ത് പങ്ക് വഹിക്കണമോ ആ പങ്ക് വഹിക്കണം. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിൽ പ്രതികരിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പവർ കട്ട് എന്ന് ചോദിക്കുമ്പോൾ ഉപനേതൃ പദവി എന്നല്ല മറുപടി പറയേണ്ടത്. ഒരധ്യായവും അടഞ്ഞതല്ല, ഒന്നിനും ഫുൾ സ്റ്റോപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പവർ കട്ട് പറയുമ്പോഴത്തേക്ക് ഉപനേതാവ് ഉത്തരം പറയാൻ വേണ്ടിയാണ് പവർ കട്ടിനെ പറ്റി പറയുക. അത് കഴിഞ്ഞ് ബാക്കിയെല്ലാം പറയാം. ഈ ആലപ്പുഴയിലെ തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ട രേഖകൾ ചോർന്ന ഡാർക്ക് വെബിലെത്തിയ സംഭവത്തിൽ ആശങ്ക വേണ്ട എന്ന ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ചോർന്ന രേഖകൾ ആണവ റിയാക്ടറുകളുടെ പ്രധാന സുരക്ഷാ സംവിധാനങ്ങളുമായോ ആണവ സുരക്ഷയുമായോ ബന്ധപ്പെട്ടതല്ല എന്നും പ്രധാന വിവരങ്ങൾ സുരക്ഷിതമെന്നും അധികൃതർ വ്യക്തമാക്കി. ആണവ നിലയത്തിന്റെ അനുബന്ധ സൗകര്യങ്ങളുടെ കരാറുള്ള റിലയൻസിൽ നിന്ന് മാത്രമാണ് ഡേറ്റ ചോർന്നത്. ഡാർക്ക് വെബിൽ പ്രത്യക്ഷപ്പെട്ട രേഖകൾ പ്ലാന്റിന്റെ പൊതുസേവന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിവരങ്ങൾ മാത്രമാണെന്നും ആണവ സുരക്ഷാ സംവിധാനങ്ങൾ, റിയാക്ടർ നിയന്ത്രണ സംവിധാനങ്ങൾ, സുരക്ഷാ പ്രോട്ടോകോളുകൾ എന്നിവയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചു. ആണവ നിലയത്തിലെ 3ഉം 4ഉം യൂണിറ്റുകളുടെ ചില അടിസ്ഥാന സൗകര്യ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ പങ്കാളിയായിരുന്നു. റിലയൻസ് ഗ്രൂപ്പിന്റെ വിശദീകരണമനുസരിച്ച് 3ാം കക്ഷി ഡേറ്റാ സെന്റർ സേവനദാതാവായ യോട്ട ഡേറ്റാ സർവീസസ് ഹോസ്റ്റ് ചെയ്ത സർവറിലാണ് ആക്രമണമുണ്ടായത്. സർവറിൽ സംശയാസ്പദമായ പ്രവർത്തനം കണ്ടെത്തിയ ഉടൻ തന്നെ അവ തടഞ്ഞതായി കമ്പനി അറിയിച്ചു. അതേസമയം ഡാർക്ക് വെബിൽ ലഭ്യമായ 2016നും 2025നും ഇടയിലുള്ള രേഖകളിൽ ബ്ലൂ പ്രിന്റുകൾ, വിതരണക്കാരുടെ വിവരങ്ങൾ, യോഗങ്ങളുടെയും പരിശോധനകളുടെയും റെക്കോർഡുകൾ, ഉപകരണങ്ങളുടെ അവലോകനങ്ങൾ, ഇൻഷുറൻസ് പോളിസികൾ എന്നിവ ഉൾപ്പെടുന്നു എന്നാണ് വിവരം. വേൾഡ് ലീക്സ് വെബ്സൈറ്റിൽ ലഭ്യമായ ആകെ 8,58,000 റിലയൻസ് ഫയലുകളിൽ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ അടങ്ങിയവയാണ് കൂടംകുളവുമായി ബന്ധപ്പെട്ട 19,000 ഫയലുകൾ. റിലയൻസിന്റെ ഉപകമ്പനിയായ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ കൂടംകുളം നിലയത്തിന്റെ 3-4 യൂണിറ്റുകളുടെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനുമുള്ള കരാർ 2018 സ്വന്തമാക്കിയിരുന്നു. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഈ 2 യൂണിറ്റുകളും 2027ഓടെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവ രണ്ടും കൂടി ആകെ 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളവയാണ്. ന്യൂസ് ഡെസ്ക്, അമൃത TV. തെരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പിൽ പ്രതിരോധത്തിലായി BJP സംസ്ഥാന നേതൃത്വം. 140 മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. അടുത്ത ദിവസം ചേരുന്ന കോർ കമ്മിറ്റി യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രചാരണത്തിനായി കേന്ദ്രം നൽകിയ ഫണ്ടിൽ സംസ്ഥാനതലത്തിൽ വ്യാപകമായ വെട്ടിപ്പ് നടത്തിയതായാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ കണ്ടെത്തൽ. മണ്ഡലങ്ങളിൽ നൽകിയ തുകയാണ് നേതാക്കൾ തന്നെ തട്ടിയെടുത്തത്. 140 മണ്ഡലങ്ങളിലെയും ഫണ്ട് വിനിയോഗത്തിൽ സമഗ്രമായ പരിശോധന നടത്തണമെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര നേതാക്കൾക്കും പ്രചാരണത്തിനും വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയതിലും ഹോട്ടലുകളിൽ മുറി ബുക്ക് ചെയ്തതിലും ക്രമക്കേടുകൾ നടന്നു. കേന്ദ്ര നേതാക്കളുടെ യാത്രയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിലും ഫ്ലെക്സ് ബോർഡുകൾ വെച്ചതിലും കൊടിതോരണങ്ങൾ നൽകിയതിലും സാമ്പത്തിക അഴിമതി നടത്തിയതായാണ് കണ്ടെത്തൽ. 18നോ 19നോ സംസ്ഥാന കോർ കമ്മിറ്റി യോഗം ചേർന്ന് കാര്യങ്ങൾ വിശദമാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. അഴിമതിയിൽ BJP കേന്ദ്ര നേതൃത്വവും RSSും അതൃപ്തിയും അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 5 പതിറ്റാണ്ടുകാലത്തെ അനിശ്ചിതത്വത്തിനും ഭൂതർക്കങ്ങൾക്കുമൊടുവിൽ പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങൾക്കും വീടൊരുങ്ങുന്നു. 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടുകളുടെ നിർമ്മാണത്തിന് മന്ത്രി റോജി M. ജോണിന്റെ നേതൃത്വത്തിൽ തറക്കല്ലിട്ടു. നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ 7 കുടുംബങ്ങളും നിലവിലെ വീടുകളിൽ തുടരണം.
അരനൂറ്റാണ്ടിലധികമായി നിലനിന്നിരുന്ന ഭൂമി തർക്കത്തിനാണ് മലയിടം തുരുത്തിൽ ശാശ്വത പരിഹാരമായിരിക്കുന്നത്. ഏറെ ചർച്ചകൾക്കും നിയമപരമായ നടപടികൾക്കുമൊടുവിലാണ് പുനരധിവാസ പദ്ധതിക്ക് അന്തിമ രൂപമായത്. ഇതിന്റെ ഭാഗമായാണ് പുതിയ വീടുകളുടെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഓരോ കുടുംബത്തിനും 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടുകളാണ് സർക്കാർ മേൽനോട്ടത്തിൽ നിർമ്മിച്ചു നൽകുക. പറഞ്ഞ സമയത്തിനു മുൻപ് തന്നെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. നമുക്ക് ഈ വിഷയം രമ്യമായി പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് സന്തോഷം തന്നെയാണ്. നമ്മൾ ആ പറഞ്ഞ സമയത്തിന് നേരത്തെ തന്നെ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് ഈ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്രയും വേഗത്തിൽ ഇവിടെ ഈ ശിലാസ്ഥാപന കർമ്മം നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചത്. 5 സെന്റ് സ്ഥലം വീതം ഓരോ കുടുംബങ്ങൾക്കും വിട്ടു നൽകാൻ ഭൂവുടമകൾ തയ്യാറായതോടെയാണ് കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകാതെ മലയിടം തുരുത്ത് ഭൂമിത്തർക്കം പരിഹരിക്കാൻ സാധിച്ചത്. സ്പോൺസർമാരുടെ സഹായത്തോടെയാണ് വീടുകൾ ഒരുങ്ങുക. പുതിയ വീട് ലഭിക്കുന്നതിന്റെ സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ഉന്നതിയിലെ കുടുംബങ്ങളും. ഇത്ര നാളത്തെ സമരത്തിൽ ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ ജനിച്ച മണ്ണാണ്. ഞങ്ങളും മക്കളൊക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ തന്നെ ജീവിച്ചതാണ്. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ട് ഇങ്ങനെ തീരുമാനത്തിൽ വന്നപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ നമ്മൾ. പിന്നെ ഞങ്ങൾ നൂറ്റാണ്ടുകളും കാലങ്ങൾ ജീവിച്ചതാണ്. ഞാൻ ജനിച്ച മണ്ണാണത്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയുള്ള പ്രവേശന വഴിയും ഭൂവുടമകളുടെ വസ്തുവുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് സംരക്ഷണ മതിലും നിർമ്മിക്കും. വലിയ പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുക, അതുതന്നെയാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. പാരിയത്തുകാവ് ഇനി സമരഭൂമിയല്ല, വളരെ സമാധാനപരമായ ജീവിതത്തിലേക്ക് ഈ 7 കുടുംബങ്ങൾ കടക്കുകയാണ്. ക്യാമറാമാൻ ശശികാന്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്, കൊച്ചി. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം. തിരുവനന്തപുരം NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച റാലി നടക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അൻഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിൽഡ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജി സുകുമാരൻ നായർക്കെതിരെ പ്രത്യാരോപണങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സംഘടന അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് റാലി നടത്തുകയാണ്. അദ്ദേഹത്തിന് ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പല കോണുകളിൽ നിന്ന് അടുത്ത കാലത്തായി സമീപകാലത്തായി വരുന്ന വിമർശനം, ആ വിമർശനങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും എതിരെയാണ് ജി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്ത് റാലി നടക്കുന്നത്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച റാലി കിഴക്കേക്കോട്ട പുത്തരിക്കണ്ടം മൈതാനത്താണ് സമാപിക്കുന്നത്. തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ കരയോഗത്തിൽ പ്രസിഡന്റ് A. സംഗീത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് റാലി നടക്കുന്നത്. വലിയ രീതിയിലുള്ള വിപുലം NSSന്റെ നേതാക്കൾ തന്നെയാണ്. സർ, ഇങ്ങനെ ഒരു റാലി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരു റാലി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറിക്കെതിരായിട്ട് വളരെയധികം ദുഷ്പ്രചരണങ്ങളും സമൂഹ മാധ്യമങ്ങളിലും മീഡിയയിലും എല്ലാം കൂടെ ഉണ്ടായിക്കൊണ്ട് അതിനെതിരെ അദ്ദേഹത്തിന് ഉള്ള പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിനുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ജാഥയാണ്. ഒരു വ്യക്തിക്കും എതിരല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിരെ. വ്യക്തികൾക്കോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ എതിരെയല്ല, എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ജി സുകുമാരൻ നായർക്കെതിരെ ഉയരുന്ന വിമർശനം വ്യാപകമായ രീതിയിൽ അധിക്ഷേപ പരാമർശങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെയാണ്. നമുക്കറിയാം, നേരത്തെ ഡൽഹിയിൽ നടന്ന NSSന്റെ ഡൽഹി സ്മൃതി മണ്ഡപം, മന്നത്ത് പത്മനാഭന്റെ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഉപരാഷ്ട്രപതിയും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും ഒക്കെ പരോക്ഷ വിമർശനമാണ് ജി സുകുമാരൻ നായർക്കെതിരെ നടത്തിയത്. NSS ആസ്ഥാനത്ത് പെരുന്നയിൽ ശുദ്ധികലശം വേണമെന്ന് സുരേഷ് ഗോപി പറയുകയും അതിനെതിരെ ജി സുകുമാരൻ നായർ പരാമർശം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി VD സതീശൻ സുകുമാരൻ നായരെ കാണാൻ സമയം അനുവദിച്ചിരുന്നില്ല എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് പറയുന്നു. അതിനുശേഷം സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തി ഇനി താൻ മുഖ്യമന്ത്രിയെ കാണേണ്ടതില്ല, മുഖ്യമന്ത്രി തന്നെ ഇനി കാണാൻ വരേണ്ടതില്ല എന്ന രീതിയിലുള്ള പരാമർശമൊക്കെ നടത്തുന്നു. അപ്പോൾ ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് സുകുമാരൻ നായർക്കെതിരെ ഉണ്ടാകുന്നത്. ഇതിനെതിരെയാണ് ജി സുകുമാരൻ നായർക്ക് NSS ജനറൽ സെക്രട്ടറിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് NSSന്റെ തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ കരയോഗത്തിന്റെ പ്രസിഡന്റ് സംഗീത് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ ഐക്യദാർഢ്യ റാലി നടക്കുന്നത്. വലിയ രീതിയിലുള്ള പുത്തരിക്കണ്ടം മൈതാനം വരെയാണ് ഈ റാലി. പാളയം
സുഭാഷ് മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച റാലിയാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിച്ചിരിക്കുന്നത്. ശ്രീജ, അൺഫിലിട്ട് സംഗീത് കുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു വ്യക്തിയെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു റാലിയല്ല, തിരിച്ചും അതുപോലെ തന്നെയാണ്. ഇത് സുകുമാരൻ നായർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, NSS എന്ന സംഘടനയ്ക്ക് വേണ്ടിയാണ്. ആരും സംഘടനയ്ക്കെതിരെ ആക്ഷേപം ഉന്നയിക്കേണ്ട എന്നുള്ളൊരു സന്ദേശം തന്നെയല്ലേ ഈ ഒരു റാലിയിലൂടെ അവർ നൽകുന്നത്? ഉറപ്പായും ശ്രീജ, അത് തന്നെയാണ്. ഇത് ഈ റാലിയിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത് NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സുകുമാരൻ നായർക്കെതിരെ, അദ്ദേഹത്തിനെതിരെയുള്ള പരാമർശം നടക്കുമ്പോൾ ആ NSS എന്ന മഹത്തായ സംഘടനയ്ക്കെതിരെ കൂടിയുള്ള ഒരു വിമർശനവും ആരോപണവും അധിക്ഷേപവും ഒക്കെയാണ് വരുന്നത്. അങ്ങനെ ആ മഹത്തായ പ്രസ്ഥാനത്തെ, സംഘടനയെ തകർക്കാൻ കഴിയുകയില്ല. ആ സംഘടന നിലനിൽക്കണം. ആ പ്രസ്ഥാനത്തിനെതിരെ നടക്കുന്ന ഈ വിമർശനങ്ങളെയാണ് ജനറൽ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന സുകുമാരൻ നായർക്കെതിരെ ആക്ഷേപവും ആരോപണങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉയരുമ്പോൾ ആ പ്രസ്ഥാനത്തിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ അങ്ങനെ ആ പ്രസ്ഥാനത്തെ സമൂഹമധ്യേ തകർക്കാനോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയാനോ കഴിയുകയില്ല. അതിനനുവദിക്കുകയില്ല എന്ന സൂചന നൽകുക, അല്ലെങ്കിൽ അതിനനുവദിക്കുകയില്ല. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചോണം സംഘടനയുടെ നിലനിൽപ്പ്, അതോടൊപ്പം തന്നെയും സംഘടനയുടെ ഐക്യം എത്രത്തോളമാണ് എന്ന് കാണിക്കുക കൂടി തന്നെയാണ് ഈ ഒരു റാലിയിലൂടെ തിരുവനന്തപുരം താലൂക്ക് ഈ പ്രസിഡന്റായിരിക്കുന്ന, കരയോഗം പ്രസിഡന്റായിരിക്കുന്ന സംഗീത് കുമാറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു റാലി, വലിയ ബഹുജന പിന്തുണയാണ് ഈ റാലിക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. NSSന്റെ ഒട്ടുമിക്ക യൂണിയനിലെയും യൂണിറ്റുകളിലേക്ക് ഭാരവാഹികളും അംഗങ്ങളും അണികളും ഒക്കെ തന്നെ അണിനിരക്കുന്ന ഒരു റാലിയാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള സുരക്ഷയും പോലീസ് സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഇതൊരു പ്രതിഷേധമോ ഒന്നുമല്ല, ഐക്യദാർഢ്യം തന്നെയാണ്. ഇതൊരു സന്ദേശമാണ് നൽകുന്നത്. ഈ പ്രസ്ഥാനത്തെ NSSനെ എതിരെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങളും വിമർശനങ്ങൾക്കും ഒരു മറുപടി നൽകുക, അതിനപ്പുറത്തേക്ക് പ്രസ്ഥാനത്തെ ചേർത്ത് നിർത്തുന്നു. NSS ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരെ, സംഘടന പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന സുകുമാരൻ നായരെ ചേർത്ത് നിർത്തുന്നു എന്ന ഒരു സന്ദേശമാണ് ഈ റാലിയിലൂടെ NSSന്റെ തിരുവനന്തപുരം കരയോഗം താലൂക്ക് യൂണിയൻ ഈ വൈകുന്നേരം ഈ സായാഹ്ന സമയത്ത് തലസ്ഥാന നഗരിയിൽ തന്നെ ഇങ്ങനെ ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു റാലി നടത്തുന്നതിന്റെ ആ ഒരു സന്ദേശം അത് തന്നെയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തികൾക്കോ എതിരെ അല്ല, ഒരു പ്രതിഷേധവുമല്ല, ഇതൊരു ഐക്യദാർഢ്യമാണ്. ഇത് NSS പ്രസ്ഥാനത്തെ ചേർത്ത് നിർത്തുന്നു, അതിന്റെ അമരക്കാരനായിരിക്കുന്ന ഈ സുകുമാരൻ നായരെ ചേർത്ത് നിർത്തുന്നു. അദ്ദേഹത്തിനുള്ള പിന്തുണയാണ് അറിയിച്ചുകൊണ്ടുള്ള ഒരു ഐക്യദാർഢ്യ റാലിയാണ് ഇതിലൂടെ ഇവർ നൽകാൻ ഉദ്ദേശിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു അൻഫിലിട്ട് ഡിസൂസ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISROയിൽ നിന്നും കൂട്ടക്കൊഴിച്ചിൽ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി 100-ലേറെ ശാസ്ത്രജ്ഞരും സാങ്കേതിക വിദഗ്ധരും രാജിവെക്കുകയോ സ്വയം വിരമിക്കുകയോ ചെയ്തു എന്നാണ് റിപ്പോർട്ട്. ഇതോടെ ശാസ്ത്രജ്ഞരുടെ രാജി സ്വീകരിക്കുന്നതിലും കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും കേന്ദ്ര ബഹിരാകാശ വകുപ്പ് നിബന്ധനകൾ കർശനമാക്കിക്കൊണ്ട് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. ബഹിരാകാശ മേഖല സ്വകാര്യ കമ്പനികൾക്കായി തുറന്നുകൊടുത്തതോടെ മികച്ച ശമ്പളവും നേതൃത്വപരമായ പദവികളും തേടി ജീവനക്കാർ സ്വകാര്യ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളിലേക്ക് ചേക്കേറുന്നതാണ് ഈ കൊഴിഞ്ഞുപോക്കിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഗഗൻയാൻ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ ഏറ്റവും നിർണായകമായ ബഹിരാകാശ ദൗത്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം രാജിവെച്ചു. എന്നാൽ രാജ്യത്തിന്റെ അഭിമാനകരമായ ദൗത്യങ്ങളെ ഈ കൂട്ടക്കൊഴിഞ്ഞുപോക്ക് ബാധിക്കാതിരിക്കാൻ കർശന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര ബഹിരാകാശ വകുപ്പ്. ഇതനുസരിച്ച് ജൂലൈ 14 പുറത്തിറക്കിയ സർക്കുലർ പ്രകാരം ഗഗൻയാൻ ഉൾപ്പെടെയുള്ള ദേശീയ പ്രാധാന്യമുള്ള പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞരുടെ രാജിയോ സ്വമേധയാ ഉള്ള വിരമിക്കലോ ഇനി പതിവ് നടപടിക്രമമായി അംഗീകരിക്കില്ലെന്ന് ISRO വ്യക്തമാക്കി. പ്രത്യേകിച്ച് ഗഗൻയാൻ ഉൾപ്പെടെയുള്ള സുപ്രധാന പദ്ധതികളിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് A ശാസ്ത്രജ്ഞരുടെയും സാങ്കേതിക ജീവനക്കാരുടെയും രാജി VRS അപേക്ഷകൾ സാധാരണ രീതിയിൽ അംഗീകരിക്കരുതെന്ന് കേന്ദ്ര സർക്കാർ ISROയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപേക്ഷകളിൽ അന്തിമ തീരുമാനമെടുക്കാൻ അതാത് സെന്റർ ഡയറക്ടർമാർക്കുണ്ടായിരുന്ന അധികാരം റദ്ദാക്കി. പകരം അപേക്ഷകൾ ഡയറക്ടർമാരുടെ ശുപാർശയോടെ അന്തിമ തീരുമാനത്തിനായി കേന്ദ്ര ബഹിരാകാശ വകുപ്പിന് അയക്കണം. എന്നാൽ കൊഴിഞ്ഞുപോക്ക് ഏത് സ്ഥാപനത്തിലും സ്വാഭാവികമാണെന്നും അത്യാധുനിക ദൗത്യങ്ങളിലെ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ISRO സജ്ജമാണെന്നും ചെയർമാൻ B നാരായൺ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ഭീകരബന്ധമുള്ള കള്ളപ്പണ ഇടപാട് കേസിൽ രാജ്യത്ത് വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ഉത്തർപ്രദേശ് ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലായി 13 സ്ഥലങ്ങളിൽ ഇഡി പരിശോധന നടത്തി. ഭീകരവാദത്തിനുള്ള ധനസഹായം, അനധികൃത നുഴഞ്ഞുകയറ്റം, കള്ളപ്പണ ഇടപാട് എന്നിവയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. നിരവധി ഡിജിറ്റൽ ഉപകരണങ്ങളും രേഖകളും പിടിച്ചെടുത്തതായി ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു. നേരത്തെ ഉത്തർപ്രദേശ് ATS അന്വേഷിച്ച കേസിൽ കള്ളപ്പണ ഇടപാട് കണ്ടെത്തിയതോടെയാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. മ്യാൻമർ തീരത്ത് അഭയാർത്ഥികളുമായി പോയ ബോട്ടുകൾ മുങ്ങി 500-ലധികം പേർ മരിച്ചു. റോഹിംഗ്യൻ അഭയാർത്ഥികൾ സഞ്ചരിച്ച 2 ബോട്ടുകൾ മറിഞ്ഞാണ് അപകടമുണ്ടായത്. പലായനത്തിനിടെയായിരുന്നു അപകടം. ജൂൺ അവസാന വാരമാണ് 2 ബോട്ടുകളും യാത്ര തിരിച്ചത്. 250 പേരുമായി ആദ്യം പുറപ്പെട്ട ബോട്ട് യാത്ര തുടങ്ങിയ ഉടൻ അപകടത്തിൽപ്പെട്ടതായാണ് വിവരം. ജൂലൈ 8-നാണ് രണ്ടാമത്തെ ബോട്ട് അപകടത്തിൽപ്പെട്ടത്. എന്നാൽ അപകട വിവരം ഇപ്പോഴാണ് പുറത്തുവന്നത്. വൻതോതിലുള്ള ജീവഹാനി സംഭവിച്ചിരിക്കാമെന്നും അതീവ ആശങ്കയിലാഴ്ത്തുന്നുവെന്നും ഐക്യരാഷ്ട്ര സംഘടന അറിയിച്ചു. സംഭവത്തിന്റെ കൃത്യമായ വിവരങ്ങളും മരണസംഖ്യയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കേരളത്തെ നടുക്കിയ പാലക്കാട് പോത്തുണ്ടി നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി തിങ്കളാഴ്ച. ലിറ്റിഗേഷൻ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും വിധി. ഇന്ന് ചെന്താമരയെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കിയില്ല, പകരം ഓൺലൈനായാണ് ഹാജരാക്കിയത്. ചെന്താമര സ്ഥിരം കുറ്റവാളിയാണെന്ന് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം വാദിച്ചിരുന്നു. ഇയാൾ സമൂഹത്തിന് തന്നെ ആപത്താണെന്നും വധശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പ്രതി കുറ്റകൃത്യം നടത്താൻ ഇനിയും സാധ്യതയുണ്ട്. ഗാന്ധിജിയല്ല താനെന്ന മനോഭാവം തന്നെ അതിനുദാഹരണമാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. അതേസമയം മാനസാന്തരപ്പെടാൻ അവസരം നൽകണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. മുൻകാല സ്വഭാവം പരിഗണിക്കരുതെന്നും സാഹചര്യ തെളിവാണുള്ളതെന്നും പ്രത്യക്ഷ തെളിവില്ലെന്നും പ്രതിഭാഗം വാദത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ചെന്താമര കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇന്ന് ചെന്താമരയുടെ ലിറ്റിഗേഷൻ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ട് പഠനത്തിന് ശേഷം തിങ്കളാഴ്ചയായിരിക്കും വിധി വരിക. നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി 1.5 വർഷമാകുമ്പോഴാണ് വിധി വരുന്നത്. 2025 ജനുവരി 27-നാണ് ചെന്താമര സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത്. കേസിൽ 132 സാക്ഷികളും 30 ശാസ്ത്രീയ തെളിവുകളുമാണുള്ളത്. 6 വർഷം മുൻപ് സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര കഴുത്തറുത്താണ് കൊന്നത്. കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു നാടിന് നടുക്കിയ ഇരട്ടക്കൊല. ഭാര്യയും മകളും തന്നെ ഉപേക്ഷിച്ചു പോകാൻ കാരണം സുധാകരനും കുടുംബവുമാണെന്ന സംശയത്തിലാണ് കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് പോലീസ് നിഗമനം. മാർച്ച് 25-ന് കുറ്റപത്രം സമർപ്പിച്ചു. 480 പേജുള്ള കുറ്റപത്രത്തിൽ 132 സാക്ഷികളാണ് ഉണ്ടായിരുന്നത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. ഫെബ്രുവരി 23 മുതൽ മെയ് 6 വരെ വിചാരണ നീണ്ടു. 132 സാക്ഷികളിൽ 4 പേർ കൂറുമാറി. അമൃത ന്യൂസ്, പാലക്കാട്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ MDMA-യുമായി 26-കാരൻ പിടിയിൽ. ഊരള്ളൂർ സ്വദേശി ലിബിനാണ് പിടിയിലായത്. ഇയാളിൽ നിന്ന് 1.5 ഗ്രാമോളം MDMA പിടിച്ചെടുത്തു. മുതാമ്പിയിൽ വെച്ച് യുവാവ് സഞ്ചരിച്ച ബൈക്ക് കാറിൽ തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടായി. യുവാവിന്റെ സംസാരത്തിൽ സംശയം തോന്നിയ നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് യുവാവ് പിടിയിലാകുന്നത്. യുവാവിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേർ പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു. വനം പോലീസ് ഉദ്യോഗസ്ഥർ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കേണ്ടി വരുമെന്ന് CPM നേതാവ് MM മണി. VD സതീശൻ ഉമ്മാക്കി കാണിക്കാൻ വരികയാണ്. പുരവച്ച് താമസിക്കുന്ന സ്ഥലം കയ്യേറാൻ വന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നും മണി പറഞ്ഞു. അതുകൊണ്ട് ഫോറസ്റ്റുകാർ പോലീസ് ചമയണ്ട, പോലീസുകാരുടെ ഫോറസ്റ്റും ചമയണ്ട. മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്താൽ മര്യാദയ്ക്ക് നടക്കാം, ഇല്ലെങ്കിൽ മര്യാദകേട് ഞങ്ങൾ സ്വീകരിക്കേണ്ടി വരും. നിയമം കയ്യിലെടുക്കേണ്ടി വരും. നിയമം കയ്യിലെടുക്കുമ്പോൾ നിയമം മാങ്ങാത്തട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ മെക്കെട്ട് കയറാൻ വന്നാൽ വരുന്നവരെ ഞങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറയാം, ഇവിടെ ഇന്നെന്ന പുതിയ അധ്യായം VD സതീശൻ വന്നതിന്റെ ഉങ്കാണോ കാണിച്ചു തരാം. VD സതീശനോട് ഇരിക്കും, മനസ്സിലായില്ല? നിന്നെയല്ല, ഞങ്ങൾ ഇവിടെ വഴിയെ നേരിടും. മലയോര കൃഷിക്കാരന് പാര പണ്ട് തോന്നാനാണ് എന്നും ആ പാരയും കൊണ്ടാണ് അവരുടെ പിന്മുറക്കാരനായ VD സതീശൻ ഇപ്പോ നമ്മളെ ഉമ്മാക്കി കാണിക്കാൻ വരുന്നു എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ജൂൺ 17-ന് രൂപപ്പെട്ട US-ഇറാൻ സമാധാന കരാർ അസാധുവെന്നും ഇറാൻ ജനത നടത്തുന്നത് അസ്തിത്വത്തിന്റെയും നിലനിൽപ്പിന്റെയും യുദ്ധമെന്നും സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ ഇറാൻ നേതാവ് മുഹമ്മദ് ബാഗർ ഗാലിബഫ്
നിലവിലെ സാഹചര്യങ്ങളിൽ അമേരിക്കയുമായി തയ്യാറാക്കിയ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന കരാർ ഇല്ലാതായി എന്നാണ് മുഹമ്മദ് ഗാലിബഫ് നിലപാട് വ്യക്തമാക്കിയത്. സൈന്യത്തിന്റെ സാഹചര്യമനുസരിച്ച് യുദ്ധം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗൾഫ് മേഖലകളിലെ അമേരിക്കൻ സൈന്യത്തിന്റെ അടിത്തറ ഇളക്കുമെന്ന മുന്നറിയിപ്പും ഇറാൻ ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്നാൽ സമാധാന കരാറിൽ ഉറച്ചു നിൽക്കാൻ അമേരിക്ക തീരുമാനിച്ചാൽ നയതന്ത്രപരമായ ഇടപെടലിന് തയ്യാറാണെന്നും ഗാലിബഫ് വ്യക്തമാക്കി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിതിൻ രാജിന്റെ ആത്മഹത്യ ഒന്നാം പ്രതി ഡോക്ടർ MK റാം പിടിയിലായെന്ന വിവരം ക്രൈംബ്രാഞ്ച് സംഘം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തതായി സൂചന. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയതിന് പിന്നാലെയാണ് റാമിനായി അന്വേഷണം വ്യാപിപ്പിച്ചത്. 2026 ഏപ്രിൽ 10 അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 2ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജ് ആശുപത്രി കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി ജീവനൊടുക്കിയത്. വിദ്യാർത്ഥി കടുത്ത ജാതി അധിക്ഷേപങ്ങൾക്ക് ഇരയായി എന്നാണ് ആരോപണം. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് 90 ദിവസം പിന്നിട്ടിട്ടും കേസിലെ ഒന്നാം പ്രതിയായ ഡോക്ടർ MK റാമിനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചില്ല. സുപ്രീം കോടതിയിൽ നിന്ന് അധ്യാപകന്റെ ജാമ്യാപേക്ഷ തള്ളുകയും കോടതി വിമർശനം ഉന്നയിക്കുകയും ചെയ്തതോടെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ അധ്യാപകനെ ക്രൈംബ്രാഞ്ച് സംഘം ആന്ധ്രാപ്രദേശിലെ ചിറ്റൂരിൽ നിന്നും കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. കേസിൽ ലോൺ ആപ്പ് അധികൃതർക്കെതിരെ മാത്രമാണ് ഇതുവരെ നടപടി സ്വീകരിച്ചത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ നിതിൻ രാജിന്റെ കുടുംബം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. അമൃത ന്യൂസ്, കണ്ണൂർ. 2018 ചട്ടമനുസരിച്ച് ഡോക്ടർ P. റഷീദ് അഹമ്മദിന് പ്രോ VC ആകാമെന്ന് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ P. രവീന്ദ്രൻ. 2010 ചട്ടത്തെ മാറ്റിയാണ് 2018 റെഗുലേഷൻ വന്നത്. യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിലെ അധ്യാപകരും പരിഗണിക്കപ്പെടുന്നവരാണെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. അഫിലിയേറ്റഡ് കോളേജിലെ അധ്യാപകനെ രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തി പദവിയിലേക്ക് എത്തിച്ചുവെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചിരുന്നു. 2010 റെഗുലേഷൻസിനെ എല്ലാം സൂപ്പർസീഡ് ചെയ്തുകൊണ്ട്, അതായത് അത് നോൺ എക്സിസ്റ്റൻ്റ് ആയിട്ട് മാറും. പഴയത് സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് 2010 അതുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെൻറ്റ്സ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. ആ അമെൻമെൻറ്റ്സിൻ്റെ എല്ലാം മുകളിലായിട്ട് 2018 ഈ റെഗുലേഷൻ ഇറക്കുന്നു. ഈ റെഗുലേഷനിൽ പ്രോ വൈസ് ചാൻസലർ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ്, ഈ സ്റ്റേറ്റ് ആക്റ്റും UGC റെഗുലേഷൻസും തമ്മിൽ ഏതെങ്കിലും രീതിയിലൊരു കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ UGC റെഗുലേഷൻസ് ഷാൾ പ്രിവെയിൽ. അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലറായിട്ട് വൈസ് ചാൻസലർ presented a note that Professor Rashid Ahmad be appointed as the Pro Vice Chancellor of the University. കുടുംബശ്രീ മിഷനും കേരള വിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് പുരസ്കാര വിതരണ ചടങ്ങ് എറണാകുളം ടൗൺ ഹാളിൽ നടക്കും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം TJ വിനോദ് MLA നിർവഹിക്കും. സംഘാടക സമിതി ചെയർമാൻ രജനീഷ് PS അധ്യക്ഷത വഹിക്കും. കേരള വിഷൻ ന്യൂസ് MD ബ്രിജേഷ് അച്ചാണ്ടി മുഖ്യപ്രഭാഷണം നടത്തും. കലാസാഹിത്യ, സിനിമ, വാണിജ്യ, കായിക രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കും. പുരസ്കാര വിതരണത്തോടൊപ്പം സിനിമ, ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ പങ്കെടുക്കുന്ന വർണ്ണാഭമായ കലാസന്ധ്യയും കുടുംബശ്രീ മിഷൻ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന സംഗീത നൃത്ത പരിപാടികളും നടക്കും. ഈ കുടുംബശ്രീ സംരംഭകർ എന്ന് പറയുന്നത് വലിയ ഒരു മേഖലയായിട്ട് കേരളത്തിൽ മാറിയിട്ടുണ്ട്. ലക്ഷങ്ങൾ മുതൽ കോടിക്കണക്കിന് രൂപ വരെ വാർഷിക ടേൺ ഓവറുള്ള സംരംഭകരാണ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പോൾ എറണാകുളം ജില്ലയിൽ പൊതുവെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുടുംബശ്രീ സംരംഭകരുടെ എണ്ണം കുറവാണ്. എങ്കിൽ പോലും മികച്ച ഒട്ടനവധി സംരംഭകരെ നമുക്ക് എറണാകുളം ജില്ലയിലും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ സംരംഭകർക്കുള്ള ഡിസ്ട്രിബ്യൂഷൻ ലെവലിലുള്ള അവാർഡ് ഇതോടുകൂടി അവസാനിക്കും. പിന്നീട് വരുന്നത് സംസ്ഥാന തലത്തിൽ ഈ 10 വീതം മികച്ച സംരംഭകരിൽ നിന്ന് ഏറ്റവും മികച്ച 10 പേരെ കണ്ടെത്തി ഒരു ഗ്രാൻഡ് ഫിനാലെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. 18-ാം തീയതി നടക്കുന്ന ഈ പരിപാടിയിൽ സിനിമ, സീരിയൽ രംഗത്തെയും മറ്റു സാംസ്കാരിക മേഖലകളിലെയും രാഷ്ട്രീയ രംഗങ്ങളിലെയും പ്രമുഖരായിട്ടുള്ള ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും. കലാകാരന്മാരുടെ വിവിധ കലാപരിപാടികളും കുടുംബശ്രീ അംഗങ്ങളുടെ സംഗീത നൃത്ത പരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട MLA TJ വിനോദാണ്. മറ്റ് രാഷ്ട്രീയ ജനപ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കും. എറണാകുളം ജില്ലയിൽ വിജയികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവർ താഴെ പറയുന്നതാണ്: നബ്ന്യൂസ് ക്രിയേഷൻസ്, പ്രകൃതി കറി പൗഡർ ഗ്രൂപ്പ്, ഫ്രെയിംലെസ് എൻ്റർപ്രൈസസ്,
മിലേനിയം ഓഫ്സെറ്റ് പ്രിൻറ്റേഴ്സ്, ഗോകുൽസൺ ഫുഡ് ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റ്, ക്രിസ്റ്റൽ, അറ്റ്ലാന്റിസ് പെരിങ്ങഴ, മാതൃക കുടുംബശ്രീ, റഹ്മാസ് ബ്യൂട്ടി കെയർ, ഹസ്തകല കുടുംബശ്രീ, സാജ് നാച്ചുറൽ ഫുഡ്സ്, ഇത്രയും സംരംഭകർക്കാണ് നമ്മൾ അവാർഡ് നൽകുന്നത്. അപ്പോൾ ഈ പരിപാടിയുടെ വിജയത്തിനായി ആവശ്യമായ മാധ്യമ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ലോകകപ്പിൽ അർജന്റീന സ്പെയിൻ പോരാട്ടം. വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിലെത്തി. കാൽപന്തിന്റെ ആവേശം വാനോളം ഉയർന്ന അറ്റ്ലാന്റ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ മിശിഹായുടെയും കൂട്ടരുടെയും ഉയർത്തെഴുന്നേൽപ്പിൽ അമ്പരന്നു. ഇംഗ്ലീഷ് പരീക്ഷ ജയിച്ച മെസ്സിയും കൂട്ടരും ഫൈനൽ പരീക്ഷയ്ക്ക് യോഗ്യത നേടി. അർജന്റീന ചരിത്രത്തിലേക്ക് ഒരു പടി കൂടി കടന്നു. പൊരുതി വീണ ഇംഗ്ലീഷ് പട കണ്ണീരോടെ മടങ്ങി. മുൻ മത്സരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഫോർമാറ്റിൽ മാറ്റം വരുത്തിയാണ് ഇംഗ്ലീഷുകാരും അർജന്റീനയും ഏറ്റുമുട്ടിയത്. ഇരു ടീമുകളും പ്രതിരോധത്തിലൂന്നി കളിച്ച ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. എന്നാൽ രണ്ടാം പകുതി തുടങ്ങി 10 മിനിറ്റിനുള്ളിൽ ആന്റണി ഗോർഡനിലൂടെ ഇംഗ്ലണ്ട് ലീഡ് നേടി. വലതുവിങ്ങിൽ നിന്നുള്ള മോർഗൻ റോജേഴ്സിന്റെ ക്രോസിലൂടെയാണ് ഗോർഡൻ അർജന്റീനയുടെ വല കുലുക്കിയത്. പിന്നീട് സ്ട്രൈക്കറായി കളിച്ച ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ അടക്കം ടീം പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് ഇറങ്ങി. അതേസമയം ഒരു ഗോളിന് പിന്നിട്ട് നിന്ന അർജന്റീനയ്ക്ക് അപകടം മനസ്സിലായതോടെ ഇംഗ്ലീഷ് പോസ്റ്റിലേക്ക് ഇരച്ചു കയറി. അർജന്റീന മുന്നേറ്റം ശക്തമാക്കാൻ പകരക്കാരെ കളത്തിലുമിറക്കി. ഗോൺസാലസ്, റോഡ്രിഗോ ഡി ബോൾ, ലൗട്ടാറോ മാർട്ടിനസ്, ഗോൺസാലോ മൊണ്ടിയേൽ എന്നിവർ വന്നു. അതോടെ വിങ്ങുകളിലൂടെയുള്ള ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടി. മെസ്സിക്ക് കൃത്യമായി സ്പേസ് ലഭിച്ചതോടെ താരം നിറഞ്ഞു കളിച്ചു. അർജന്റീനയെ പോലെ ഇംഗ്ലണ്ടും പകരക്കാരെ കളത്തിലിറക്കി. എന്നാൽ പ്രതിരോധത്തിനായിരുന്നു കോച്ച് ടുഷേൽ ഊന്നൽ നൽകിയത്. ഒരു ഗോൾ ലീഡിൽ 90 മിനിറ്റ് പിടിച്ചു നിൽക്കാമെന്ന് കണക്കുകൂട്ടിയ ഇംഗ്ലീഷ് പടയ്ക്ക് തെറ്റി. അർജന്റീന ഉണർന്നു കളിച്ചതോടെ ഇംഗ്ലീഷ് പ്രതിരോധത്തിൽ വിള്ളലുണ്ടായി. പലപ്പോഴും ഇംഗ്ലണ്ടിന്റെ പോസ്റ്റിലേക്ക് വന്ന ഷോട്ടുകൾ ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡ് തട്ടിമാറ്റി. തുടർച്ചയായി അർജന്റീന ഇംഗ്ലീഷ് ഗോൾ മുഖം വിറപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ അധിക നേരം പിക്ഫോർഡിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സമയം കടന്നു പോകുമ്പോഴും വാമോസ് ആരാധകരുടെ നെഞ്ചെടുപ്പ് കൂടി. അർജന്റീന തോൽക്കുമെന്ന് കരുതിയ നിമിഷങ്ങൾ. എന്നാൽ 85-ാം മിനിറ്റിൽ മെസ്സി ഒരുക്കിയ പാസിൽ നിന്നും എൻസോ ഫെർണാണ്ടസ് വലകുലുക്കിയതോടെ അറ്റ്ലാന്റ സ്റ്റേഡിയം കത്തിപ്പടർന്നു. സ്കോർ 1-1. ഗോൾ നേടിയതിന് പിന്നാലെയും അർജന്റീന ആക്രമണം കൂടുതൽ ശക്തമാക്കി. ഇഞ്ചറി ടൈമിന്റെ 2-ാം മിനിറ്റിൽ മെസ്സിയുടെ ക്രോസിന് തലവെച്ച് ലൗട്ടാരോ മാർട്ടിനസ് വിജയ ഗോളും കുറിച്ചു. പ്രതീക്ഷിക്കാത്ത മുന്നേറ്റമായിരുന്നു മെസ്സിയും ടീമിൻ്റേതും. അങ്ങനെ ഫൈനലിലെത്തിയ അർജന്റീന സ്പെയിനുമായി ഏറ്റുമുട്ടും. തുടർച്ചയായി 2ാം തവണയാണ് അർജന്റീന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. കേരളത്തിൽ നിന്ന് ലഹരിയെ പൂർണ്ണമായി തുടച്ചുകളയാനുള്ളൊരു പരിപാവനമായ കർമ്മമാണ് തൂഫാനെന്ന് സൂര്യകൃഷ്ണമൂർത്തി. അധർമ്മത്തിനെതിരെയുള്ള യുദ്ധമാണ് തൂഫാനെന്നും ഈ യുദ്ധത്തിൽ വിജയിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ഒരു പുണ്യപ്രവൃത്തിയാണ്. പരിപാവനമായ കേരളത്തിൽ നിന്ന് അശുദ്ധിയെ പൂർണ്ണമായും തുടച്ചു കളയാൻ ഉള്ള ഒരു പരിപാവനമായ കർമ്മമാണ്. ഇതൊരു യുദ്ധമാണ്, അധർമ്മത്തിനും അനീതിക്കുമെതിരെ ഉള്ള ഒരു യുദ്ധം. പക്ഷേ ഈ യുദ്ധത്തിൽ ജയിക്കണമെങ്കിൽ ഒരു മന്ത്രിയോ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം പോരാ. കേരളത്തെ സ്നേഹിക്കുന്ന, മലയാളത്തെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ഒരു തുള്ളി വിയർപ്പെങ്കിലും ഇതിൻ്റെ വിജയത്തിനായി വേണ്ടിവരും. അത് ആ ഒരു തുള്ളി വിയർപ്പ് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. എങ്കിൽ മാത്രമേ ഇത്തരം ഒരു വിപത്ത് പൂർണ്ണമായി തുടച്ചു നീക്കാൻ ആവുകയുള്ളൂ. ഇതൊരു നല്ല കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ പരിപാവനമായ കർമ്മം ഒരു പുണ്യകർമ്മം. അതുകൊണ്ട് തന്നെ ഇതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളം ഉണ്ടാവും. അതുണ്ടാകട്ടെ. ഇതിനെ ചുക്കാൻ പിടിക്കുന്നത് വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു മിനിസ്റ്ററാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പദ്ധതി വൻ വിജയമായിരിക്കും എന്ന്. എല്ലാ വിജയങ്ങളും നേരുന്നു. ലഹരിക്കെതിരെ തൂഫാൻ ജാഗരൺ കൂട്ടയോട്ടവുമായി ഇടുക്കി ആമയാർ MES സ്കൂൾ വിദ്യാർത്ഥികൾ. കൂട്ടയോട്ടത്തിൽ 3 കിലോമീറ്ററോളം സേനാപതി വേണു MLAയും ഒപ്പം ചേർന്നത് വിദ്യാർത്ഥികൾക്ക് ആവേശമായി. ഓപ്പറേഷൻ തൂഫാൻ ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടത്തിലാണ് കേരളം. ഇതിന്റെ ഭാഗമാവുകയാണ് വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും.
സേനാപതി വേണു അവരുകൾ അണിചേരുന്ന ലഹരി എന്ന മഹാവിപത്തിനെതിരെ നമ്മുടെ നാടും നഗരവും കൈകോർക്കുന്ന ലഹരിക്കെതിരെ വണ്ടൻമേട് ആമയാർ MES ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. ഉടുമ്പൻചോല MLA സേനാപതി വേണു 3 കിലോമീറ്ററോളം കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. മാതാപിതാക്കള് വലിയൊരു ആശ്വാസത്തോടെയാണ് ഓപ്പറേഷൻ തുഫാനെ കാണുന്നത്. പുതിയ തലമുറയെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള പോരാട്ടം അത് തുഫാന്റെ രൂപത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. അത് വലിയൊരു ആശ്വാസമാണ് നാട്ടിലുണ്ടായിരിക്കുന്നത്. കാരണം ലഹരിയുടെ വേറെക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. അത് ഏതാണ്ട് പൂർത്തീകരണത്തിലേക്ക് തൂഫാൻ ജാഗരൺ എന്ന പേരിൽ ചേറ്റുകുഴിയിൽ നിന്നും ആരംഭിച്ച കൂട്ടയോട്ടത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം സേനാപതി വേണു MLA നിർവഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഫ്ലാഷ് മോബും ലഹരി വിരുദ്ധ സ്കിറ്റും നടത്തി. അമൃത ന്യൂസ്, ഇടുക്കി.